ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ബി ഫോർ ബേബീസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ABC മോൾട്ടിൻ്റെ വീഡിയോ ആണ്. നമ്മളിത് ഒരു പൗഡർ ഫോമിലുള്ളതല്ല ചെയ്യുന്നത്. കാരണം ചില കുഞ്ഞുങ്ങൾ പാലിലൊക്കെ ചേർത്തിട്ട് കുടിക്കാൻ അത്ര ഇഷ്ടമില്ലാത്തവരുണ്ട്. അപ്പോൾ ഡെയിലി നമുക്ക് ജ്യൂസ് അടിച്ച് കൊടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു ലേഹ്യത്തിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയിൽ, എന്നാൽ പക്ക ലേഹ്യം പ്രിപ്പറേഷനൊന്നും അല്ല, എൻ്റേതായ സ്റ്റൈലിലാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ്. ഇത് മൂന്നും ഏകദേശം ഒരേ പ്രൊപ്പോർഷനിലാണ് വേണ്ടത്. ABC ജ്യൂസിൻ്റെ റെസിപ്പിയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ABC കോമ്പിനേഷൻ്റെ ബെനിഫിറ്റ്സ്. വൈറ്റമിൻ ബി കോംപ്ലക്സ്, വൈറ്റമിൻ സിയും കാൽഷ്യം, അയൺ, സിങ്ക് എല്ലാം റിച്ച് ആയിട്ടുള്ളതാണ് ഈ ABC ജ്യൂസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ABCയുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങൾക്കും പ്രഗ്നൻറ്റ് ലേഡീസിനും ബ്രസ്റ്റ് ഫീഡിങ് അമ്മമാർക്കുമാണ് മെയിനായിട്ട് ഇത് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം അവർക്കാണ് അത്രയും ന്യൂട്രിയൻസ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇമ്മ്യൂണിറ്റി കൂടാനും ഡൈജഷൻ നന്നായിട്ട് നടക്കാനും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ സ്കിന്നിനും ഹെയറിനും ബോണിനും ഒക്കെ നല്ലതാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ABC മോൾട്ടിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ക്യാരറ്റ്, 2 ബീട്രൂട്ട്, 2 ആപ്പിളാണ്. ഫസ്റ്റ് നമ്മൾ ആപ്പിൾ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് അകത്തെ കുരുവിൻ്റെ പോർഷനൊക്കെ നന്നായിട്ട് കളഞ്ഞ് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കണം. പിന്നെ ബീട്രൂട്ട് തൊലിയൊക്കെ നന്നായിട്ട് മുറിച്ച് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അത് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ക്യാരറ്റ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇത് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് വെള്ളത്തിൽ കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കാം. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് ഉറപ്പായിട്ടും ഇതിനകത്ത് പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നന്നായിട്ട് ഇത് മൂന്നും റെഡിയാക്കി വെക്കുക. എന്നിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. വെള്ളം ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒട്ടും അരയുന്നില്ലെങ്കിൽ മാത്രം വളരെ കുറച്ച് വെള്ളം ചേർത്താൽ മതി. കാരണം നമ്മൾ വെള്ളം കൂടുതൽ ചേർത്താൽ കുക്കിംഗ് ടൈം കൂടും. അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ വെള്ളം ഒഴിവാക്കി അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് പീനട്ടാണ്. തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തതാണ്. നമ്മൾ ഏതെങ്കിലും നട്ട്സ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ മിക്സഡ് നട്ട്സും നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പീനട്ടാണ് ചേർക്കുന്നത്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 750 ഗ്രാമാണ് ABC കോമ്പിനേഷൻ എടുത്തത്. 250 ഗ്രാം വെച്ചിട്ട് ഒരു ഏകദേശം അളവാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു അളവിൽ ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റും അരച്ചെടുത്തത് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഇതിൽ ജലാംശം എല്ലാം വറ്റിച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴേക്കും നമുക്കിതിലേക്ക് നാട്ടുചക്കരയാണ് ഞാൻ അടുത്തതായി ചേർക്കുന്നത്. നമുക്കിതിനകത്ത് കരിപ്പെട്ടിയോ ശർക്കരയോ അല്ലെങ്കിൽ നാട്ടുചക്കര അല്ലെങ്കിൽ പനങ്കൽക്കണ്ടം ഇതേത് വേണമെങ്കിലും ചേർക്കാം. ഷുഗർ മാക്സിമം ഒഴിവാക്കണം. അപ്പോൾ ഈ നാട്ടുചക്കര നന്നായിട്ട് മെൽറ്റായി ഒന്ന് കുറുകി വന്ന് ഒരു 5 മിനിറ്റും കൂടി നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഈ പീനട്ട് പൊടിച്ച് വെച്ചേക്കുന്നത് ചേർക്കേണ്ടത്. ഇനി ഒരു 5 മിനിറ്റ് കൂടി ഇത് കുക്ക് ചെയ്താൽ മതിയാവും. ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നത് വരെ നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം. വേണമെങ്കിൽ നമുക്കിതിനകത്ത് നെയ്യ് ചേർക്കാം. ഞാനിപ്പോൾ നെയ്യൊന്നും ചേർക്കുന്നില്ല. ഇനി നാട്ടുചക്കരയുടെ അളവ് നമ്മൾ എടുക്കുന്ന ABC കോമ്പിനേഷനേക്കാളും കൂടുതലായി കഴിഞ്ഞാലാണ് ഇത് തണുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇളക്കി എടുക്കാൻ പറ്റും. എന്നിട്ട് മിക്സിയിൽ പൗഡർ ഫോമിലേക്ക് ആക്കാൻ പറ്റും. അതായത് ഇളക്കി എടുത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ പാകമായിട്ടുണ്ട്. അതായത് നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുമ്പോഴേക്കും ഈ പാത്രത്തിൽ നിന്നും വിട്ടുപോകുന്ന പരുവാണ് ഇതിൻ്റെ പാകം. ഇതിന് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഒരാഴ്ച വരെയൊക്കെ നമുക്ക് പുറത്ത് വെക്കാവുന്നതാണ്. പക്ഷേ 2-2.5 മാസം വരെ നമ്മൾ എയർ ടൈറ്റ് ആയിട്ട് നന്നായിട്ട് ശ്രദ്ധിച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. 1 മുതൽ 3 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് 1/2 ടേബിൾ സ്പൂണും 4 മുതൽ 6 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് 1 ടേബിൾ സ്പൂണും 7 മുതൽ
12 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് 1.5 ടേബിൾ സ്പൂണും ഈ ഒരു കണക്കിൽ നമുക്ക് കൊടുക്കാം. വെറും വയറ്റിലാണ് കൊടുക്കേണ്ടത്. രാവിലെ ഫുഡൊക്കെ കഴിക്കുന്നതിന് മുന്നേ കൊടുക്കാം, അല്ലെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് രാത്രി കിടക്കുന്നതിന് മുന്നേ കൊടുക്കാം. പ്രഗ്നൻറ്റ് ലേഡീസ് ഇത് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇത്രയും നാട്ടുചക്കര അല്ലെങ്കിൽ ശർക്കര ചേർക്കേണ്ട ആവശ്യമില്ല, വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഡയബറ്റിക് ആയിട്ടുള്ള പ്രഗ്നൻറ്റ് ലേഡീസ് ആണെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം ഇത് കഴിച്ചാൽ മതി, അല്ലെങ്കിൽ ശർക്കരയുടെ അളവ് വളരെ കുറച്ച് ചേർത്തിട്ട് വേണമെങ്കിൽ കഴിക്കാം. ഇതിനകത്ത് ഏലക്കാപ്പൊടിയോ ജീരകപ്പൊടിയോ ഒക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിതൊരു ബേസിക് പ്രിപ്പറേഷൻ എൻ്റേതായിട്ടുള്ളൊരു സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.